അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു വലക്കശ് ശുക്രു കുല്ലു വഇലൈക യുർജഉൽ അംറു കുല്ലു അലാനിയതുഹു വസിറു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസ്വരൂപങ്ങളായ സഹോദരീ സഹോദരന്മാരെ, സന്തോഷത്തോടെ റമളാനിലെ രാപ്പകലുകൾ കഴിഞ്ഞു പോവുകയാണ്. ഈ രാവുകളും പകലുകളും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടവർ വിജയിച്ചു, അല്ലാത്തവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം നഷ്ടപ്പെട്ടവരായി മാറുകയും ചെയ്യും. റമളാൻ വരികയും ആ റമളാൻ സ്വർഗപ്രവേശം നേടാൻ പരിശ്രമിക്കുകയും ചെയ്യാത്തവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകലട്ടെ എന്ന് മാലാഖ പ്രാർത്ഥിക്കുകയും പ്രവാചകർ തിരുമേനി അതിന് ആമീൻ പറയുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. റമളാനിൽ അള്ളാഹു മനുഷ്യർക്കിടയിൽ സജീവമായി സദാസമയവും ഉണ്ടാവുന്ന ഒരു സമയമാണ്. എല്ലാ അമലുകളും കുറഞ്ഞ സമയമാവുന്നു. നിസ്കാരം 5 മിനിറ്റ്, 4 മിനിറ്റ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം അങ്ങനെയാണെങ്കിൽ നോമ്പ് വിശാലമായ സമയമാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹു തമ്പുരാൻ ഇനിയും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകാൻ അള്ളാഹു തമ്പുരാനെ എപ്പോഴും ഓർക്കാൻ കഴിയുന്ന വചനങ്ങൾ നമ്മൾ പറയുകയും ചിന്തിക്കുകയും വേണം. അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. നമ്മളെപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത പലപ്പോഴും നമ്മൾ നിറവേറ്റാറില്ല എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ അതിനെക്കുറിച്ച് പറഞ്ഞത് അഫ്ളലു ശുക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ നന്ദിയുടെ വചനമാണ് അൽഹംദുലില്ലാഹ് എന്നതാണ്. നന്ദി മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അള്ളാഹുവിന് നമ്മൾ എന്ത് ചെയ്താലും എത്ര നന്ദി പ്രകടിപ്പിച്ചാലും അവൻ നമുക്ക് നൽകുന്ന കോടാനക്കോടിക്കണക്കിന് അനുഗ്രഹങ്ങളുടെ ഒരംശം പോലും ആവുകയില്ലല്ലോ. പടച്ചവൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോചനമുള്ളൂ. ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. നമ്മളാരും കരുതരുത് നമ്മളുടെ ഈ നോമ്പ്, നമ്മളുടെ അത്താഴം, നമ്മളുടെ വിശപ്പ് ഇതുകൊണ്ടൊന്നും നമ്മൾ സ്വർഗത്തിൽ കടക്കുമെന്ന്. നിങ്ങളാരും നിങ്ങളുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല. വലാ അൻത യാ റസൂലല്ലാഹ്. അനുയായികൾ ആശങ്കയോടെ ചോദിച്ചു, അങ്ങയോ നബിയേ? വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നാലോചിക്കുമ്പോൾ നമുക്കിങ്ങോട്ടൊരു ഗുണം ചെയ്ത ആൾക്കാണല്ലോ സ്വാഭാവികമായും നമ്മൾ പ്രത്യുപകാരമായി നന്ദി പ്രകടനം നടത്താറുള്ളത്. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തു അനുഗ്രഹത്തിനാണ് എന്ന് നാം അത്ഭുതത്തോടെ മാത്രമേ ആലോചിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. വ ആതാകും മിൻ കുല്ലി മാ സഅൽതുമു. നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങളുടെ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് എണ്ണാൻ കഴിയില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ എന്തിനു പറയണമെന്ന് ചോദിച്ചാൽ അതെന്തിനാണെന്ന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ ഈ രാപ്പകലുകൾ നമുക്ക് ലഭ്യമാവുന്ന എല്ലാ അവസരങ്ങളും സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുവാനായി നാം ഉപയോഗപ്പെടുത്തുക എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.